Hi. Welcome to our channel Heart. Heart means health, Art travel. and tech. നമ്മളിപ്പോ ലൂഷ്നിക്കി സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഫൈനൽ നടന്ന മെയിൻ സ്റ്റേഡിയം ഇൻ മോസ്കോ, അതാണ് ലൂഷ്നിക്കി. ഞങ്ങളിപ്പോഴാ വന്നിരിക്കുന്നത് കേബിൾ കാർ റൈഡിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ പുതുതായിട്ട് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോ ഞങ്ങളൊന്ന് ചെന്ന് നോക്കാണ് അവിടെ എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. നല്ല തണുപ്പാണെന്ന്, -22 ആണ് റിയൽ ഫീൽ. ഞങ്ങക്ക് വർത്താനം പറയാനൊന്നും പറ്റണില്ല, നാവൊക്കെ അടക്കണു. അപ്പൊ നമുക്ക് നടക്കട്ടെ, നിങ്ങൾ വരൂ. റഷ്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ വൺ ഓഫ് ദ മെയിൻ ഹോം ഗ്രൗണ്ട്സ് ആണ് ഈ ലൂഷ്നിക്കി സ്റ്റേഡിയം. അതുപോലെ ടോർപിഡോ മോസ്കോ ക്ലബ്, സ്പാർത്തക് മോസ്കോ, അങ്ങനെ ക്ലബ് ഫുട്ബോളും ഇവിടെ നടക്കാറുണ്ട്. പിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ ഫുട്ബോൾ മാച്ചിൽ. റഷ്യൻ വിന്ററിനെ അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ആർട്ടിഫിഷ്യൽ പിച്ചാണ്. ആർട്ടിഫിഷ്യൽ പിച്ചുകൾ കുറവാണ് യൂറോപ്പിൽ. 1955-56 കാലഘട്ടത്തിലാണ് ഈ സ്റ്റേഡിയം പണി കഴിപ്പിച്ചത്. ഇറ്റ് വാസ് ഒഫീഷ്യലി ഓപ്പൺഡ് ഓൺ 31st July 1956. സെൻട്രൽ ലെനിൻ സ്റ്റേഡിയം എന്നായിരുന്നു അന്നതിന്റെ പേര്. പിന്നീട് നാഷണൽ സ്റ്റേഡിയം ഓഫ് സോവിയറ്റ് യൂണിയനായി. ഇപ്പോ നാഷണൽ സ്റ്റേഡിയം ഓഫ് റഷ്യ. ദാ അങ്ങോട്ട് നോക്കൂ, അതാണ് വാഗൺ ഫുനിക്കുലാറ. എന്നുവെച്ചാ ഒന്നുമില്ല, നമ്മുടെ കേബിൾ കാർ. റഷ്യനിൽ അങ്ങനെയാ പറയണത് അത്രേ. ഹായ് ആൾ, ഞങ്ങളങ്ങനെ കേബിൾ കാറിന്റെ അടുത്തെത്തി. ടിക്കറ്റ് എടുത്തു. രണ്ടുപേരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. പാട്ടുകളൊക്കെ പാടുന്നുണ്ട് അവര്. സുബി സുബി സുബി. ഹദിഷ എൽമീറ, അതാണ് അവരുടെ പേര്. അപ്പൊ ഞങ്ങള് മോളില് കേബിൾ കാറിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ തുടങ്ങാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ കേബിൾ കാറിൽ പോകാൻ റെഡിയായി. ടിക്കറ്റ് എടുത്തു. 700 റൂബിൾസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ രണ്ടുപേർക്കുള്ള ടിക്കറ്റ് ചാർജ്. അപ്പൊ നമുക്ക് പോവാം. ഇതിന്റെ ഉള്ളില് ഒരു ഹീറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. അത് കാരണം തണുപ്പ് കുറേശ്ശെ ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം രസമുണ്ട്. ഏതുവരെ പോകുന്ന അറിയില്ല, നമുക്ക് നോക്കാം. ഏതുവരെ പോകുന്നറിയില്ല. ഇല്ല, അതല്ല, അതിന്റെ മുകളില് വരെ പോകുന്ന ഞാൻ ചോദിക്കും. തണുപ്പുണ്ട് കേട്ടോ, തണുപ്പുള്ളിലേക്ക് വരുന്നുണ്ട്. ഇത് ആൾക്കാരെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ തോന്നുന്നു. കാരണം എന്താ വെച്ചാ ആൾക്കാരൊന്നും കാണാനില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ചിലപ്പോ വൈകുന്നേരങ്ങളിൽ വരുമായിരിക്കും, അറിയില്ല. പിന്നെ ഇന്നിട്ട് നല്ലോണം തണുപ്പുണ്ട്, ചിലപ്പോ അത് കാരണമായിരിക്കാം. നടന്നു വരുമ്പോ ഞങ്ങക്ക് ഭയങ്കര തലയിലൊക്കെ ഭയങ്കര കുത്തല് പോലെ തണുപ്പടിച്ചിട്ട്. November 27 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് ടൈമിംഗ്.
താഴെ എല്ലാ സ്ഥലത്തും മഞ്ഞു മൂടി കിടക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? മഞ്ഞു പോലെ കുഞ്ഞു പോലെ മുല്ല പോലെ പോലെ അവൾ പഞ്ചവർണ്ണ പടയിൽ അവളം ചിതൾ പടരും പഞ്ചമത്തിൻ മടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നീലാച്ചില പോലെ. എന്റെ ദൈവമേ, അതെന്തത്? മഞ്ഞുമല ഇടിക്കണ അവര്. എന്റെ ദൈവമേ, ആ ഡ്രൈവർമാരെയൊക്കെ സമ്മതിക്കണം. ഈ മലയൊക്കെ അവര് നിരപ്പാക്കിക്കൊണ്ടിരിക്കുക തോന്നുന്നുണ്ട്. എന്താ സംഭവം മനസ്സിലായില്ല. ഇത് ഓഡിയോ ഗൈഡാണ്. ജർമ്മൻ, ചൈനീസ്, ഇംഗ്ലീഷ് ആൻഡ് റഷ്യൻ ഭാഷകൾ അവൈലബിൾ ആണ്. ഓരോ ക്യാബിനിലും 8 പേർക്ക് ഇരിക്കാവുന്നതാണ്. ലൂഷ്നിക്കി സ്റ്റേഡിയം മുതൽ വോറോബിയോവി ഗോറി, അവിടുന്ന് തിരിച്ചും. അതാണ് ഫുൾ റൈഡ്. താഴെ കാണുന്നത് മോസ്കോ റിവറാണ്. കണ്ടില്ലേ, ഫ്രോസൺ ആയിട്ടാ കിടക്കുന്നത് റിവർ. സമ്മറിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വ്യൂ, എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും, സൂപ്പർ ആയിരിക്കും. ഞങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്തായാലും സമ്മറിലെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളിപ്പോ കേബിൾ കാർ റൈഡൊക്കെ കഴിഞ്ഞ് ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് ഇരിക്കുകയാണ്. ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു. ക്ഷീണായി, ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പ്, കയ്യ് നാവൊക്കെ ഭയങ്കരമായിട്ട് തണുത്ത് മരവിച്ചു. പിന്നെ ഈ തണുപ്പാവുമ്പോ അറിയാലോ, പുറത്തിറങ്ങിയ വിശപ്പ് കൂടും. വിശപ്പിന്റെ അസുഖം വരും. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ പുറത്തു പോയി ആകെ കഴിക്കാൻ ഫ്രഞ്ച് ഫ്രൈസ് ആണ് സാധനങ്ങളുണ്ട്. ഞങ്ങൾ പ്യൂർ വെജിറ്റേറിയൻസ് ആണ്, അപ്പൊ അധികം ഐറ്റംസ് ഇല്ല കഴിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ നല്ല ഫീഡ്ബാക്സ് കിട്ടി, കുറെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോസിലൊക്കെ നേരെയാക്കാമെന്ന് വിചാരിക്കുന്നു. അതെ, ആ സജഷൻസ്, ഫീഡ്ബാക്സ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് തുടക്കക്കാരായ ഞങ്ങൾക്ക്. അപ്പൊ ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ പുതിയ വീഡിയോസ് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. എൻജോയ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.